ചിക്കൻ മധുഹൂത്ത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ ടേസ്റ്റ് ഒരു രക്ഷയില്ല. നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, കുരുമുളക്, മല്ലി, ഗ്രാമ്പു, ഏലക്കായ് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച നമ്മൾ മസാല അത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 2 മാഗീൻ്റെ ക്യൂബ് അതൊന്ന് പൊടിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചിക്കനിലോട്ട് നമ്മൾ 2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്ന ഈ സ്റ്റോക്ക് വാട്ടർ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ആ വെന്ത ചിക്കൻ ശാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി റൈസ് ഉണ്ടാക്കാനായിട്ട് ഒരു സവാള, ഒരു ക്യാപ്സിക്കം നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി എണ്ണ ചൂടായതിലേക്ക് നമുക്ക് സവാള ഇട്ടെടുക്കാം. സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. 2 തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയതാണ്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ മാറ്റി വെച്ച സ്റ്റോക്ക് വാട്ടർ അത് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ അരി ആഡ് ചെയ്ത് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് 2 എണ്ണം, പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു 1/2 ലെമൺ. അപ്പോൾ ഒരു വിസിൽ വന്നിട്ട് നമുക്ക് തുറന്നു നോക്കാം. ഓ, എന്ത് സ്മെല്ലറിയോ, ഒരു രക്ഷയില്ല. നമ്മൾ ചേർത്തുള്ള ആ ഒരു മസാലയുടെയൊക്കെ സ്മെല്ലുണ്ടല്ലോ, അങ്ങനെ മൂക്കിലോട്ട് ഇങ്ങനെ കയറുക. മസ്റ്റ് ട്രൈ ആണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ. ട്രസ്റ്റ് മീ ഗൈസ്, ഇത് നിങ്ങൾക്ക് വെറുതെ ആവില്ല. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. വളരെ മിനിമൽ ഇൻഗ്രീഡിയൻസ് മതി, എന്നാൽ ഇതിന് ടേസ്റ്റ് ഒന്നും രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ചിക്കൻ മധുഹൂത്ത് റെഡി ആയിട്ടുണ്ട്.